ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, എന്നാൽ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മൾ റാഗിപ്പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോദിച്ചിട്ട് വാങ്ങിച്ചങ്ങ് കഴിച്ചോളൂ കേട്ടോ. നമ്മൾ അവരെ പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൽ റാഗിപ്പൊടി എടുക്കാം കേട്ടോ. ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് റാഗിപ്പൊടി നിറയെ എടുക്കാം. എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഗ്ലാസ്സിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് 1.5 ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഒട്ടും കട്ടിയില്ലാതെ വേണം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് മിക്സായി വന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ ഒരു പീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ഇട്ടിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമുക്ക് ചെറിയ നുറുക്കി വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ 2 ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള റാഗിപ്പൊടിൻ്റെ മിക്സി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആകെ പണി കിട്ടുവേ. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്നാൽ നമുക്ക് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ശർക്കര ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 2 വലിയ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത്, ഇതൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കരയിൽ പൊടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അത് മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റാഗി നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് നമ്മളെ കേക്കിൻ്റെ ഒക്കെ ബാറ്ററിൻ്റെ ഒരു രീതി ഉണ്ടാവുമല്ലോ, ആ രീതിക്കൊന്ന് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ റാഗി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ റാഗിയൊക്കെ എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ്സിൽ നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പാലാട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നല്ലോണം കുറുക്കിയിട്ട് ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കട്ടിയിൽ തന്നെ പാലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ നിൽക്കുക. അപ്പോൾ ഒരുമിച്ച് പാൽ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് അരച്ച് വെച്ചാൽ തന്നെ ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മളെ റാഗിനെ കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒഴിക്കുന്ന ആ ഗീ ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കില്ല കേട്ടോ. നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ.